നരേന്ദ്രമോദിയുടെ മൂന്നാം ടൈമിലെ 100 ദിവസം. മോഡി സർക്കാരിൻ്റെ 100 കിടിലൻ തീരുമാനങ്ങൾ. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരും മുമ്പ് തന്നെ അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്ന നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് ഫലം വരാൻ കാത്തു നിൽക്കാതെ തന്നെ താൻ മൂന്നാം ടൈമിലേക്കുള്ള 100 ദിന പദ്ധതികൾ തയ്യാറാക്കി വച്ചിരിക്കുകയാണ് എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം ഇനി 100 അല്ല 125 ദിന കർമ്മപരിപാടിയാണ് താൻ വിഭാവനം ചെയ്യുന്നതെന്നും അതിൽ 25 ദിവസം യുവാക്കൾക്ക് വേണ്ടി മാത്രമുള്ള തീരുമാനങ്ങളായിരിക്കും എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ മോദി പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല. അമ്മ കൂടെയില്ലാതെ ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറ്റുമുട്ടിയ മോദി ആദ്യമായി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഭരണാധികാരിയായും മാറി. രാജ്യത്തിനും ജനങ്ങൾക്കും പാർട്ടിക്കും വേണ്ടി ഇത്രയും ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടും ചെറുതെങ്കിലും ഉണ്ടായ തിരിച്ചടിയിൽ നിരാശനായിരുന്ന മോദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അമേരിക്കയിൽ നടന്ന 2020 ലോകകപ്പ് നേടിയതിനു ശേഷമാണ് പഴയ ഊർജ്ജസ്വലതയിലേക്ക് തിരിച്ചെത്തിയതായി തോന്നിയത്. പിന്നീട് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന മോദി ഈ സെപ്റ്റംബർ മാസത്തിൽ തൻ്റെ മൂന്നാം ടൈമിലെ 100 ദിനം പിന്നിടുമ്പോൾ നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യ 100 ദിവസത്തിൽ മോദി ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന്. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യത്തെ തീരുമാനം എന്നത് രാജ്യത്തെ കർഷകരുടെ ആവശ്യമായിരുന്ന താങ്ങുവില വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ഇപ്പോഴും താങ്ങുവിലയ്ക്ക് വേണ്ടി ബഹളം വയ്ക്കുന്ന രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സമരജീവികളും അറിയാൻ കുറച്ചുദാഹരണങ്ങൾ മാത്രം പറയാം. നെല്ലിന് 117 രൂപ ക്വിൻ്റലിന് വർദ്ധിപ്പിച്ച് 2300 രൂപയാക്കി ഉയർത്തി. 2013-14 ഇത് വെറും 1310 രൂപയായിരുന്നു എന്നുകൂടി നമ്മൾ അറിയണം. കോട്ടൻ്റെ വില 501 രൂപ താങ്ങുവില വർദ്ധിപ്പിച്ച് 7521 രൂപയാക്കിയപ്പോൾ 2013-14 ഇത് വെറും 3700 രൂപ മാത്രമായിരുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ 1500 രൂപ മാത്രം ക്വിൻ്റലിന് താങ്ങുവില ഉണ്ടായിരുന്ന മില്ലറ്റുകൾക്ക് ഇപ്പോൾ 3371 രൂപ വരെയാക്കി മൂന്നാം മോദി സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. പയർ പരിപ്പുവർഗ്ഗങ്ങൾക്ക് 8682 രൂപ താങ്ങുവില, തുവരപ്പരിപ്പിന് 7550, ഉഴുന്നുപരിപ്പിന് 7400, എള്ളെണ്ണ 9267, ഗ്രൗണ്ട്നട്ട് ഓയിൽ 6783, സൺഫ്ലവർ ഓയിൽ 7280, സോയാബീൻ എണ്ണ 4892 എന്നിങ്ങനെയാണ് പുതുക്കിയ താങ്ങുവില. ചില ഉദാഹരണങ്ങൾ പറഞ്ഞുവെന്ന് മാത്രം. അതായത് ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയാണ് താങ്ങുവില മാത്രമായി കേന്ദ്ര ഗവൺമെൻറ് ഒരു വർഷം കർഷകരിലേക്ക് നേരിട്ട് പണമായി എത്തിക്കുന്നത്. കൂടാതെ ഇന്ത്യയിലെ കർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളമായ യൂറിയ ലോകമാകെ ഒരു ബാഗിന് 3000 രൂപയ്ക്ക് മുകളിൽ വിൽക്കുമ്പോൾ ഭാരതത്തിൽ 2700 രൂപ ബാഗിന് ഗവൺമെൻറ് സബ്സിഡി നൽകി കേവലം 265 രൂപയ്ക്കാണ് കർഷകർക്ക് നൽകുന്നത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ സംഭരിക്കാൻ കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെ 2 ലക്ഷം ഗോഡൗൺ സഹകരണ മേഖലയിൽ നിർമ്മിക്കുന്നത് മോദി സർക്കാർ മൂന്നാം ടൈമിലും തുടരുന്നു. വിവിധ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ബാധിക്കാതെ നല്ല വിളകൾ ലഭിക്കാൻ ഉതകുന്ന പുതിയ 109 ഇനം വിത്തുകളും കർഷകർക്കായി മൂന്നാം മോദി സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തെ പഴവർഗ്ഗങ്ങളുടെ മാത്രം വാർഷിക കയറ്റുമതി 5000 കോടി രൂപയിൽ കൂടുതലായിട്ടുണ്ട്. പഴം ഉൽപ്പാദന മേഖലയിലെ വൈറസ് ഒഴിവാക്കാൻ 1766 കോടി രൂപയുടെ ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം എന്നൊരു പദ്ധതി മൂന്നാം മോദി സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി 2020 നരേന്ദ്രമോദി മാറ്റിവെച്ച 1 ലക്ഷം കോടി രൂപ കൂടാതെ പുതിയ ഫണ്ട് കൂടി അടിസ്ഥാന സൗകര്യ മേഖലയിലേക്ക് നരേന്ദ്രമോദി മൂന്നാം ടൈമിൽ തുടങ്ങിയിട്ടുണ്ട്. 2870 കോടി രൂപ മുടക്കി വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുതിയ ടെർമിനൽ നിർമ്മാണം തുടങ്ങിയതും ഈ മൂന്നാം ടൈമിൻ്റെ ആദ്യ മാസം തന്നെയാണ്. ഇതുകൂടാതെ നരേന്ദ്രമോദി തൻ്റെ മൂന്നാം ടൈമിൽ 2 പുതിയ വിമാനത്താവളങ്ങൾ കൂടി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒന്ന് നോർത്ത് ഈസ്റ്റ് മേഖലയിലേക്ക് ഇന്ത്യയുടെ ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന പശ്ചിമ ബംഗാളിനും നോർത്ത് ഈസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന ബാഗ്ഡോഗ്ര മേഖലയിലാണ് ആദ്യത്തേത്. 1549 കോടി രൂപയാണ് അതിൻ്റെ ചെലവ്. കൂടാതെ 1413 കോടി രൂപ മുടക്കി ബീഹാറിൽ ബെഹ്ത്ത എയർപോർട്ടിനും അംഗീകാരം നൽകി. 76,220 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലെ വാധവൻ തുറമുഖത്തിൻ്റെ നിർമ്മാണമാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ മറ്റൊരു പ്രധാന തീരുമാനം. 23 മില്യൺ TU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള വാധവൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 10 പോർട്ടുകളിൽ ഒന്നായിരിക്കും. 20 മീറ്റർ സ്വാഭാവിക കടലാഴമുള്ള വാധവൻ തുറമുഖം 2029 ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 12 ലക്ഷം തൊഴിലവസരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മെഗാ തുറമുഖത്തിൻ്റെ നിർമ്മാണം നടത്തുന്നത് അദാനിയല്ല, JNPT മുംബൈയും മഹാരാഷ്ട്ര മാരിടൈം ബോർഡും ചേർന്നാണെന്ന് കൂടി പ്രബുദ്ധ മലയാളി പ്രത്യേകം ശ്രദ്ധിക്കണം. രാജ്യത്തെ ആദ്യത്തെ ഓഫ് ഷോർ വിൻഡ് എനർജി പ്രൊജക്റ്റും മോദി തൻ്റെ മൂന്നാം ടൈമിൽ തുടങ്ങിയിരിക്കുന്നു. സമുദ്രത്തിൽ കരയിൽ നിന്ന് കുറച്ചു ദൂരെ എല്ലാ സമയവും കാറ്റ് ലഭിക്കുന്നതുകൊണ്ട് വളരെയേറെ സാധ്യതയുള്ള ഈ പദ്ധതി തുടക്കത്തിൽ 500 മെഗാവാട്ടിൻ്റെ 2 പ്രൊജക്റ്റ് മാത്രമായാണ് ഇന്ത്യയിൽ തുടങ്ങുന്നത്. ഒന്ന് ഗുജറാത്ത് തീരത്തിലും രണ്ടാമത്തേത് തമിഴ്നാട്ടിലും. 70,000 മെഗാവാട്ട് വൈദ്യുതി വരെ ഈ ഓഫ് ഷോർ വിൻഡ് എനർജി പദ്ധതി പ്രകാരം ഉണ്ടാക്കാനുള്ള സാധ്യത ഭാരതത്തിനുണ്ട് എന്ന പഠനത്തിന് ശേഷമാണ് പൈലറ്റ് പ്രോജക്റ്റായി ഈ 2 പ്രോജക്റ്റുകൾ തുടങ്ങിവെക്കുന്നത്. ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കിയതിന് ശേഷം വിശാലമായ മറ്റ് പ്രോജക്റ്റുകൾ തുടങ്ങാനാണ് മോദിയുടെ പ്ലാൻ. അവിടെ നിന്ന് വൈദ്യുതി കടലിനടിയിലൂടെ കേബിൾ ലേ ചെയ്ത്
തുറമുഖത്തിലേക്ക് എത്തിച്ച് അവിടെ സബ്സ്റ്റേഷനിൽ നിന്നും വൈദ്യുതി വിതരണം ചെയ്യുക എന്നതാണ് ഈ പദ്ധതി. ഗുജറാത്തിൽ ദീൻദയാൽ കണ്ട്ല പോർട്ടിലും തമിഴ്നാട്ടിൽ ചിദംബരനാഥ് പോർട്ടിലുമാണ് ഈ സബ്സ്റ്റേഷൻ നിർമ്മാണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത എന്ന പുതുക്കിയ ക്രിമിനൽ നിയമമാണ് മൂന്നാം ടൈമിൽ നടപ്പിലാക്കിയ മോദി ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തുടങ്ങിയ നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റി ലോകത്തെ തന്നെ ആദ്യത്തേതിൽ ഒന്നായിരുന്നു. അതിൻ്റെ തുടർച്ചയായി എല്ലാ സംസ്ഥാനത്തും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഗുജറാത്ത് ഫോറൻസിക് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് ആൻഡ് ലാബോറട്ടറി തുടങ്ങാനുള്ള തീരുമാനവും മൂന്നാം മോദി സർക്കാർ എടുത്തിരിക്കുന്നു. ഭാരതം ഉൾപ്പെടെ 40 രാജ്യങ്ങളിൽ നിന്നുള്ള 9,000 വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും ഈ ഓഫ് ക്യാമ്പസുകൾ വഴി ട്രെയിനിങ് നൽകും. ഇതിന് സമമായി ചൂണ്ടിക്കാണിക്കാൻ ലോകത്ത് തന്നെ മറ്റൊരു പദ്ധതിയില്ല. കേസുകളിൽ നീതി ലഭിക്കാൻ സഹായിക്കുന്ന ഫോറൻസിക് തെളിവുകൾ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനുള്ള സമയലാഭം കൂടിയാണ് നൽകുന്നത്. 2255 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി മോദി ഗവൺമെൻറ് മൂന്നാം ടൈമിൽ നീക്കിവച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്കായി യൂണിഫൈഡ് പെൻഷൻ സ്കീം മൂന്നാം ടൈമിൽ നടപ്പിലാക്കിയ മോദി കാലഘട്ടത്തിൻ്റെ ആവശ്യമായ ബയോ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കായി രാജ്യത്തിന് സ്വന്തമായി ഒരു പുതിയ ബയോ E3 എന്ന പോളിസിയും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി ജീവൻ യോജന പ്രകാരം എത്തനോൾ ബ്ലെൻഡിംഗ് 1.5% മാത്രമായിരുന്നത് 16% ഭാരതം ഉയർത്തിയിരിക്കുന്നു. 2024 ഭാരതത്തിൻ്റെ ബയോ എത്തനോൾ പ്രൊഡക്ഷൻ 1969 കോടി ലിറ്ററാണ്. ഏവിയേഷൻ ഫ്യൂവലിൽ കൂടി എത്തനോൾ ബ്ലെൻഡിംഗ് ഭാരതം നടപ്പിലാക്കാൻ പോവുകയാണ്. മൂന്നാം ടൈമിൽ മാത്രം ഇതുവരെ 936 കിലോമീറ്റർ പുതിയ ഹൈസ്പീഡ് കോറിഡോറാണ് നിർമ്മാണം തുടങ്ങാൻ മോദി ഗവൺമെൻറ് പണം അനുവദിച്ചത്. 50,655 കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ്. PM ഗതിശക്തി എന്ന പോർട്ടൽ വഴി എല്ലാ വകുപ്പും കണക്ട് ചെയ്താണ് എവിടെയൊക്കെയാണ് കൂടുതൽ ആവശ്യകതകൾ എന്ന് മനസ്സിലാക്കിയാണ് പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രോജക്റ്റ് അയോധ്യ റിംഗ് റോഡാണ്. 68 കിലോമീറ്ററുള്ള പ്രോജക്റ്റിന് 4,000 കോടി രൂപയാണ് ചെലവ്. നോർത്ത് ഈസ്റ്റ് മേഖലയിൽ ഗുവാഹത്തി ബൈപ്പാസ് റിംഗ് റോഡ് 121 കിലോമീറ്റർ 5,729 കോടി രൂപ. പൂന നാസിക് ഖേഡ് വ്യാവസായിക ഇടനാഴിക്കായി 7,827 കോടി രൂപയുടെ പ്രോജക്റ്റ്. റായ്പൂർ റാഞ്ചി എക്സ്പ്രസ് ഹൈവേ 137 കിലോമീറ്റർ 4,473 കോടി. ഗുജറാത്ത് ഡൽഹി രാജസ്ഥാൻ മുംബൈ റോഡിൽ 214 കിലോമീറ്ററിന് വേണ്ടി 10,534 കോടി രൂപ. ബംഗാൾ കടക്പൂരിൽ നിന്നും സെൻട്രൽ വെസ്റ്റ് ബംഗാൾ കടക്പൂർ മൂർഗ്രാമിലേക്ക് 231 കിലോമീറ്റർ റോഡിന് വേണ്ടി 10,247 കോടി രൂപ. ആഗ്ര ഗ്വാളിയാർ 88 കിലോമീറ്റർ റോഡിന് വേണ്ടി 4,613 കോടി രൂപ. കാൺപൂർ 6 ലൈൻ റിംഗ് റോഡിന് വേണ്ടി 3,298 കോടി രൂപ. 4.5 കോടി മാൻപവറാണ് ഈ നിർമ്മാണങ്ങൾക്ക് മാത്രമായി വേണ്ടിവരുന്ന തൊഴിലവസരങ്ങളുടെ കണക്ക്. ഇനി മോദി സർക്കാരിൻ്റെ മൂന്നാം ടൈമിലെ മെട്രോ വർക്കുകൾ നോക്കിയാൽ ഈ 3 മാസത്തിൽ മാത്രം താനെയിലെ ഇൻ്റഗ്രൽ റിംഗ് മെട്രോയ്ക്ക് വേണ്ടി 12,200 കോടി രൂപയാണ് അനുവദിച്ചത്. പൂനെ മെട്രോയുടെ എക്സ്റ്റൻഷന് വേണ്ടി 2,955 കോടി രൂപയും ബാംഗ്ലൂർ മെട്രോയുടെ 3ാം ഫേസിന് വേണ്ടി 15,611 കോടി രൂപയും അനുവദിച്ചു. മോദി സർക്കാരിൻ്റെ മൂന്നാം ടൈമിലെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച 12 പുതിയ വ്യാവസായിക പാർക്കുകൾ നിർമ്മിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തതാണ് ആദ്യ 100 ദിവസത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അമൃത്സർ, കൊൽക്കത്ത വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായി പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ പുതിയ വ്യാവസായിക നഗരങ്ങളും ഉത്തർപ്രദേശിൽ 2 ഇൻഡസ്ട്രിയൽ സിറ്റിയുമാണ് നിർമ്മിക്കുന്നത്. ഡൽഹി, മുംബൈ വ്യാവസായിക ഇടനാഴിയിൽ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഓരോ പുതിയ വ്യാവസായിക നഗരങ്ങളും പുതിയതായി നിർമ്മിക്കുന്നു. വിശാഖപട്ടണം, ചെന്നൈ വ്യാവസായിക ഇടനാഴിയിൽ ആന്ധ്രാപ്രദേശിൽ ഒരു വ്യാവസായിക നഗരവും ഹൈദരാബാദ്, ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയിൽ ആന്ധ്രയിൽ മറ്റൊരു വ്യാവസായിക നഗരവും നിർമ്മിക്കുന്ന പദ്ധതിയിൽ ഹൈദരാബാദ്, നാഗ്പൂർ വ്യാവസായിക ഇടനാഴിയിൽ തെലങ്കാനയിലും ചെന്നൈ, ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായി കേരളത്തിലെ പാലക്കാടുമാണ് പുതിയ വ്യാവസായിക നഗരം മോദി സർക്കാർ നിർമ്മിക്കുന്നത്. 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഈ 12 വ്യാവസായിക നഗരങ്ങളുടെ നിർമ്മാണത്തിന് കേന്ദ്രം ചെലവഴിക്കുന്നത് 28,602 കോടി രൂപയാണ്. ഏതാണ്ട് 10 ലക്ഷം പുതിയ തൊഴിലവസരങ്ങളാണ് ഈ പദ്ധതികളിൽ നിന്ന് മാത്രമായി പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് പുതിയതായി നിർമ്മാണത്തിന് അംഗീകാരം നൽകിയ റെയിൽവേ ലൈനുകളുടെ ലിസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പൂർവോദയ പ്രോഗ്രാം പദ്ധതി പ്രകാരം ഒഡീഷയിൽ മാത്രം 6,295 കോടി രൂപ മുടക്കുമുതലിൽ പുതുതായി നിർമ്മിക്കുന്നത് 227 കിലോമീറ്റർ റെയിൽവേ ലൈനാണ്. 8,709 കോടി രൂപ മുതൽ മുടക്കി ഒഡീഷ, ആന്ധ്ര, തെലങ്കാന മേഖലയിൽ നിർമ്മിക്കുന്ന പുതിയ 3 റെയിൽവേ ലൈനുകൾ 363 കിലോമീറ്ററാണ്. കൂടാതെ ബീഹാറിൽ ഒരു പുതിയ റെയിൽവേ ലൈനും മഹാരാഷ്ട്രയിലെ അജന്ത, എല്ലോറ ഗുഹാക്ഷേത്രങ്ങളും കണക്ട് ചെയ്ത് ടൂറിസം സാധ്യതയോട് കണക്കിലെടുത്ത് പുതുതായി നിർമ്മിക്കുന്ന ജാൽന, ജൽഗോവാൻ റെയിൽപാതയും മൂന്നാം ടൈമിലെ ആദ്യ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയ പദ്ധതികളാണ്. ഈ 8 പുതിയ റെയിൽവേ ലൈനുകൾക്ക് മാത്രമായി 24,657 കോടി രൂപയാണ് മൂന്നാം മോദി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് റെയിൽവേ ലൈനുകൾ റോഡ് യാത്രയേക്കാൾ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നു എന്നിരിക്കെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ കണക്ക് പ്രകാരം ഈ പുതിയ പാതകൾ 767 കോടി കിലോഗ്രാം കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറയ്ക്കും എന്ന് പറയുന്നു. ഒരു വർഷം ഒരു മരം 25 കിലോഗ്രാം കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്ന നിരക്കിൽ നോക്കിയാൽ ഈ പ്രൊജക്റ്റ് മാത്രം 33 കോടി മരം പുതിയതായി വെച്ചുപിടിപ്പിക്കുന്നതിന് സമാനമാണ്. ഇതുകൂടാതെ 4 റെയിൽവേ പ്രൊജക്റ്റ് കൂടി മൂന്നാം ടൈമിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 138 കിലോമീറ്റർ നീളം വരുന്ന ബർഗർ റോഡ് നവപാല ലൈനിന് വേണ്ടി 2,926 കോടി രൂപയും
സാർഡിക ബെലമുഡ പാതയിലെ ഡബിളിങ്ങിന് വേണ്ടി 37 കിലോമീറ്ററിൽ 1360 കോടി രൂപയും ജംഷഡ്പൂർ, പുരുളിയ, അസൻസോൾ എന്നിവയെ കണക്ട് ചെയ്യാനുള്ള മൂന്നാം പാതയ്ക്കായി 121 കിലോമീറ്ററിന് വേണ്ടി 2170 കോടി രൂപയും മുംബൈ ഇൻഡോറിൽ 309 കിലോമീറ്റർ റെയിൽവേ ലൈനിന് വേണ്ടി 11036 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. മുംബൈയിൽ മാത്രമായി നഗര ഗ്രാമീണ മേഖലയിൽ 12 പുതിയ റെയിൽ പാതകളാണ് ഈ മൂന്നാം ടൈമിൽ അനുവദിച്ചിരിക്കുന്നത്. 301.5 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 16,240 കോടി രൂപയാണ് ഈ 12 പ്രോജക്റ്റുകൾക്ക് മാത്രമുള്ള ചെലവ്. ഇതുകൂടാതെ 3 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും ഈ മൂന്നാം ടൈമിൽ മോദി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മധുര, ബാംഗ്ലൂർ, മീററ്റ്, ലക്നൗ, ചെന്നൈ, നാഗർകോവിൽ എന്നീ റൂട്ടുകളാണത്. മോദി സർക്കാരിൻ്റെ മൂന്നാം ടൈമിലെ പ്രഥമ ബജറ്റ് പ്രകാരം രാജ്യത്ത് വരുത്തിയ ടാക്സ് ഇളവാണ് മറ്റൊരു പ്രധാന തീരുമാനം. 2024 ഏറ്റവും പുതിയ ബജറ്റ് പ്രകാരം വരുത്തിയ സ്ലാബ് മാറ്റങ്ങൾ കാരണവും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന പരിധി 75,000 രൂപ കൂടി ആക്കിയത് കാരണം 7,75,000 വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തിക്ക് ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല എന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ്. രാജ്യത്തെ 500 വൻകിട കമ്പനികളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റൈഫൻഡോടുകൂടി 1 കോടി യുവാക്കൾക്ക് പരിശീലനം എന്നുള്ള വിഗ്യാൻ താര സ്കീം പ്രകാരം 10,579 കോടി രൂപയാണ് മൂന്നാം മോദി ഗവൺമെൻറ് അനുവദിച്ചത്. കൂടാതെ CSR ഫണ്ടിൽ നിന്ന് 6,000 രൂപയും ഈ ട്രെയിനുകൾക്ക് ആദ്യ മാസം ശമ്പളമായി ലഭിക്കും. എയർബസ് എന്ന കമ്പനിയുമായി കേന്ദ്ര ഗവൺമെൻറ് ധാരണാപത്രം കഴിഞ്ഞ മാസം ഒപ്പിടുകയും ചെയ്തു. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ യുവതി യുവാക്കൾക്കായുള്ള മോദിയുടെ പ്രത്യേക പദ്ധതിയാണ് ആദ്യമായി ജോലി ലഭിക്കുന്ന യുവാക്കൾക്ക് കമ്പനി നൽകുന്ന ശമ്പളം കൂടാതെ സർക്കാരിൻ്റെ സഹായമായി ആദ്യ മാസം 15,000 രൂപ എന്നത്. ആദ്യമായി ജോലിക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഇനി PF-ലേക്ക് തൊഴിലാളിയും തൊഴിലുടമയും അല്ലാതെ സർക്കാർ കൂടി ആദ്യ 4 വർഷം വിഹിതം നൽകുകയും ചെയ്യുന്നു. ഒപ്പം തൊഴിലുടമ പുതുതായി ജോലിക്കെടുക്കുന്ന തൊഴിലാളിക്ക് വേണ്ടി PF-ൽ അടയ്ക്കുന്ന പണത്തിൽ 3,000 രൂപ വരെയുള്ള ആദ്യ 2 വർഷത്തെ വിഹിതം സർക്കാർ തൊഴിലുടമയ്ക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു. ഇതൊക്കെയും പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണമായ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് കാണാം. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം രാജ്യത്താകെ 4 കോടി വീടുകൾ വെച്ച് കഴിഞ്ഞു. പുതിയ 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കാനുള്ള പദ്ധതിക്കും മൂന്നാം മോദി ഗവൺമെൻറ് അംഗീകാരം നൽകിയിട്ടുണ്ട്. 2 കോടി വീടുകൾ ഗ്രാമീണ മേഖലയിലും 1 കോടി നഗരമേഖലയിലുമാണ് പുതിയതായി നിർമ്മിക്കുന്നത്. 50 ലക്ഷം വരെയുള്ള ഹൗസിംഗ് ലോണുകൾക്ക് 4% പലിശ ഇളവ് കേന്ദ്ര ഗവൺമെൻറ് നൽകും. മൂന്നാം മോദി സർക്കാർ സംവരണം എടുത്തു കളയുമെന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തുടർച്ചയായ നുണപ്രചാരണത്തെ മറികടക്കാൻ SC/ST സംവരണത്തിൽ ക്രിമിലെയർ സംവിധാനം പോലും കൊണ്ടുവരില്ല എന്നും മന്ത്രിസഭയോഗം തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചതും ഈ മൂന്നാം ടൈമിൽ കഴിഞ്ഞ മാസത്തിലാണ്. രാജ്യത്ത് പുതിയതായി 234 പുതിയ FM റേഡിയോ സ്റ്റേഷൻ തുടങ്ങാനുള്ള ലൈസൻസും മോദി ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. മൂന്നാം ടൈമിൽ നരേന്ദ്രമോദി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മേഖലയാണ് സെമി കണ്ടക്ടർ മേഖല. കഴിഞ്ഞ ടൈമിൽ ടാറ്റയുടെ ചിപ്പ് നിർമ്മാണ ഫാക്ടറി ആസാമിൽ തുടങ്ങിയത് കൂടാതെ മൂന്നാം ടൈമിൽ ദിവസവും 6 ലക്ഷം ചിപ്പുകൾ നിർമ്മിക്കാൻ കഴിയുന്ന വിശാലമായൊരു പ്ലാന്റിന് ഗുജറാത്തിൽ അപ്രൂവൽ നൽകി. അടുത്ത വർഷം ആദ്യം ഈ പ്ലാന്റിൽ നിന്ന് ഭാരതത്തിൻ്റെ ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പ് പുറത്തിറങ്ങുമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3,300 കോടി രൂപയാണ് ഈ പദ്ധതിക്കുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്. കൂടാതെ ഇസ്രായേലുമായി സഹകരിച്ച് അദാനി സെമി കണ്ടക്ടർ മേഖലയിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശനത്തിൽ സെമി കണ്ടക്ടർ മേഖലയിൽ സിംഗപ്പൂരുമായുള്ള സഹകരണ കരാറും ഒപ്പിട്ടിട്ടുണ്ട്. ഇന്ന് സെപ്റ്റംബർ 11 മോദി സെമി കണ്ടക്ടർ വിപ്ലവത്തിന് ഭാരതത്തിൽ ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുന്നു. കർഷകർക്കായി ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ പദ്ധതിക്ക് വേണ്ടി 2,817 കോടി രൂപയുടെ പുതിയ പദ്ധതികളും കാർഷിക മേഖലയിലെ പുതിയ ഗവേഷണങ്ങൾക്കായി 3,979 കോടി രൂപയുടെ പദ്ധതികളും കാർഷിക വിദ്യാഭ്യാസം യുവാക്കളിലേക്ക് കൂടി പകർന്നു നൽകാനുള്ള പദ്ധതിക്കായി 2,291 കോടി രൂപയുടെ പ്രൊജക്റ്റും മൃഗപരിപാലന മേഖലയിലെ ജീവികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി 1,702 കോടി രൂപയുടെ പദ്ധതിയും പഴവർഗ്ഗ മേഖലയിൽ 860 കോടി രൂപയും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾക്ക് 1,202 കോടി രൂപയും നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റിന് 1,115 കോടി രൂപയും അടക്കം 13,966 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണത്തിന് വേണ്ടി മാത്രം കേന്ദ്ര ഗവൺമെൻറ് ആദ്യ 100 ദിവസത്തിൽ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഭാരതത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭാരതത്തിൽ തന്നെ ഉപരിപഠനത്തിനായി 10 ലക്ഷം രൂപ വരെ വെറും 3% പലിശ നിരക്കിൽ ലോൺ നൽകാനുള്ള വ്യവസ്ഥയും മൂന്നാം മോദി സർക്കാരിൻ്റെ 100 ദിവസത്തിലെ തീരുമാനമാണ്. കൂടാതെ അടൽ തിങ്കറിംഗ് ലാബ് പദ്ധതിയിലെ 25,000 കുട്ടികൾക്ക് ഇന്നൊവേഷന് വേണ്ടി 7.5 ലക്ഷം രൂപയുടെ ലോൺ നൽകാൻ തീരുമാനമെടുത്തതും മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ മാസത്തിൽ തന്നെയാണ്. സ്കിൽ ഇന്ത്യ മിഷൻ്റെ ഭാഗമായി 20 ലക്ഷം കുട്ടികൾക്ക് കൂടി വിദഗ്ധ തൊഴിൽ പരിശീലനവും എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, ITI തുടങ്ങിയ പ്രൊഫഷണൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള നവീകരണത്തിനുള്ള പദ്ധതിയും മൂന്നാം മോദി സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നു. ഈടില്ലാതെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ലോൺ നൽകുന്ന മുദ്രാ യോജനയുടെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തിയെന്നതും ആദ്യ 100 ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. രാജ്യത്തെ 100 വലിയ നഗരങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കാനും മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾക്കുമായി പദ്ധതി തുടങ്ങിയ മൂന്നാം ടൈമിൽ 30 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന 14 നഗരങ്ങളിൽ ഗതാഗത ഇടത്താവള മോഡൽ നവീകരണവും പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത ഗ്രാം അഭിയാൻ എന്ന പദ്ധതി പ്രകാരം രാജ്യത്തെ 63,000 ആദിവാസി പട്ടികവർഗ ഗ്രാമങ്ങളിലെ 5 കോടി ആളുകളെ മുഖ്യധാരയിലെത്തിക്കാനുള്ള ശ്രമങ്ങളും മൂന്നാം ടൈമിലെ ആദ്യ തീരുമാനങ്ങളിലൊന്നാണ്. ഗ്രാമീണ മേഖലയിലെ പോസ്റ്റ് ഓഫീസുകളെയെല്ലാം ബാങ്കുകളാക്കി മാറ്റിയുള്ള മോദിയുടെ പ്രവർത്തനം കൂടുതൽ ഉൾമേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന വിധം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്തിൽ 100 പുതിയ ബ്രാഞ്ചുകളും ആദ്യ 100 ദിവസത്തിൽ മോദി ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്.
പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതി പ്രകാരം 1 കോടി വീടുകളിൽ സോളാർ സ്ഥാപിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് 70,000 രൂപ വരെ സബ്സിഡി നൽകുന്നതും രാജ്യം ഊർജ്ജരംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഭാരത് സ്മോൾ റിയാക്ടർ എന്ന പദ്ധതി തുടങ്ങി ന്യൂക്ലിയർ മേഖലയിൽ സ്വകാര്യവൽക്കരണം കൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ചതും 3ാം മോദി സർക്കാരിൻ്റെ കാലത്താണ്. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയുടെ 4ാം ഘട്ടമായി രാജ്യത്ത് 25,000 പുതിയ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കാനും പണം അനുവദിച്ചിട്ടുണ്ട്. വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി 40-ൽ നിന്ന് 35 കുറച്ചത് കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായാണ്. ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കാലങ്ങളുള്ള ആവശ്യങ്ങളിലൊന്നായിരുന്ന ഏഞ്ചൽ ടാക്സ് എന്നറിയപ്പെട്ടിരുന്ന ഇടനില നികുതി പൂർണ്ണമായും ഒഴിവാക്കിയതും മോദി സർക്കാരിൻ്റെ 3ാം ടൈമിലെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. നരേന്ദ്രമോദി വളരെയേറെ പ്രതീക്ഷയോടെ ഖേലോ ഇന്ത്യ പദ്ധതി വഴിയും മറ്റ് വിവിധ മാർഗ്ഗങ്ങളിലൂടെയും പിന്തുണ നൽകി കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് 3ാം ടൈമിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ഭാരതത്തിൻ്റെ കായിക താരങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ്. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പ്രധാന കായിക താരങ്ങൾ കഴിഞ്ഞില്ലെങ്കിലും മോദി ദിവ്യാംഗർ എന്ന് വിളിക്കുന്ന അംഗപരിമിതരുടെ പാരാ ഒളിമ്പിക്സിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തി 29 മെഡലുകൾ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് മോദിയുടെ 3ാം ടൈമിലെ 100 ദിവസത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നു.